ഹായ് മക്കളെ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അങ്ങനെ നമ്മൾ കാത്തു നിന്നൊരു ദിവസം, ഇന്ന് നമ്മുടെ നീറ്റ് എക്സാം കഴിഞ്ഞു. കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിച്ച സമയത്ത് എക്സാമിൻ്റെ ഒരു ലെവൽ ഈസി ടു മോഡറേറ്റ് ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് എല്ലാ കുട്ടികൾക്കും എക്സാം ഈസി ആയിരിക്കണേ, അവർക്ക് നല്ലോണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണേ എന്നാണ്. പക്ഷേ എനിക്കറിയാം ഇതൊരു എക്സാമാണ്, എല്ലാവർക്കും അവർ വിചാരിച്ച രീതിയിൽ ഒരു പക്ഷേ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. കുറച്ച് കുട്ടികൾക്കൊക്കെ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ എക്സാം കുറച്ച് ടഫായിരുന്ന, ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന കുഞ്ഞുങ്ങളുടെ അടുത്താണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് സംസാരിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ചിലപ്പോൾ നമുക്ക് ഈ എക്സാം ഡിഫിക്കൽട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നൊരു സബ്ജക്റ്റീവ് ഫീലിംഗ് ആയിരിക്കും. അതായത് എക്സാം കഴിഞ്ഞിറങ്ങിയ സമയത്ത് തോന്നുന്നതായിരിക്കും. നമ്മൾ എക്സാം പേപ്പർ അനാലിസിസ് ഒക്കെ ചെയ്ത് മാർക്കൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എത്രയോ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. എനിക്ക് പേഴ്സണലി അങ്ങനെയായിരുന്നു. ഞാൻ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞപ്പം എനിക്ക് പേടിയായിരുന്നു, എനിക്ക് അത്ര മാർക്കൊന്നും കിട്ടില്ല. പക്ഷേ എക്സാം പേപ്പർ അനാലിസിസ് ചെയ്ത സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ എത്രയോ മാർക്ക് ഉണ്ടായിരുന്നു. ഇനി ഇൻ കേസ് നിങ്ങൾ എക്സാം പേപ്പർ അനാലിസിസ് ഒക്കെ ചെയ്ത് മാർക്കൊക്കെ നോക്കിയിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു കട്ട് ഓഫിൻ്റെ അടുത്ത് നിങ്ങൾക്ക് മാർക്കില്ലെങ്കിൽ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 660 ±5 ആണ്. കാരണം ഒരു 2 വർഷം മുന്നത്തെ എക്സാമിൻ്റെ പാറ്റേണിലായിരുന്നു ഇന്നത്തെ എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ കട്ട് ഓഫ് എന്തായാലും കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഒരു ഊഹത്തിൻ്റെ പുറത്ത് പറയുന്ന എക്സാക്ട് കട്ട് ഓഫ് ഒക്കെ നമുക്ക് നീറ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നാലാണ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കട്ട് ഓഫിൻ്റെ അടുത്ത് മാർക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആകെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എനിവേസ് കട്ട് ഓഫ് എന്തായാലും കുറച്ച് ഹയർ റേഞ്ചിലായിരിക്കുന്നത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. പക്ഷേ നിങ്ങൾ ആ എക്സ്പെക്ട് ചെയ്ത റേഞ്ചിൽ മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നീറ്റ് ഡസൻറ്റ് ഡിഫൈൻ യു. ഇത് ഇന്നത്തെ എക്സാമിൻ്റെ സ്കോറിനനുസരിച്ചല്ല നിങ്ങളുടെ വർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറൊക്കെ ഡിഫൈൻ ചെയ്യപ്പെടാൻ പോകുന്നത്. നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത്രയും രാവും പകലും ഇല്ലാതെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ ചില കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല. നമ്മുടെ സൈഡിൽ നിന്ന് ഫുൾ എഫേർട്ട് ഇട്ടാലും ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ മിസ്സായി പോകും. അപ്പോൾ ആദ്യം തന്നെ ഈവൺ ഇഫ് ഇന്നത്തെ എക്സാം കുറച്ച് ടഫായി തോന്നി അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തൊരു മാർക്കിൽ എത്തിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തരുത്. ബി കൈൻഡ് ടു യുവർ സെൽഫ്. കാരണം എനിക്കറിയാം നിങ്ങൾ അത്രയ്ക്കും എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇത്രയും കാലം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എക്സാം കഴിഞ്ഞ് മേ ബി നിങ്ങളൊരു എക്സ്പെക്ട് ചെയ്ത മാർക്കിൽ എത്തിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞു മനസ്സിനെ കുറ്റപ്പെടുത്തരുത്. ജസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ് ആസ് ദ വേ ഇറ്റ് ഈസ്. റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് എന്തായാലും നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടും തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഇഫ് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് MBBS അല്ലാണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇഫ് അതും ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിക്ക് നമുക്ക് അടുത്ത തവണ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങൾ തന്നെ റിഫ്ലക്റ്റ് ചെയ്യണം. അതായത് എന്താണ് ആക്ച്വലി എനിക്ക് സംഭവിച്ചത്, ഞാൻ എൻ്റെ പ്രിപ്പറേഷനിൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്, ഇന്ന് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ എക്സാം നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നി ഇനിയും നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം സെൽഫ് റിഫ്ലക്ഷനാണ്. അപ്പോൾ മക്കളൊന്നും ആലോചിച്ച് ടെൻഷനൊന്നും ആവേണ്ട. ജസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ്. ലൈക്ക് എക്സാം ടഫായിരുന്നാലും ഈസി ആയാലും ബി കൈൻഡ് ടു ourselves. അൾട്ടിമേറ്റ്ലി നമ്മളാണ് ഏതൊരു എക്സാമിനേക്കാളും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ വർത്തൊന്നും ഒരിക്കലും ഒരു എക്സാമിൻ്റെ മാർക്ക് ഡിഫൈൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ മക്കൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ സൈലത്തിൻ്റെ ചാനലിൽ എല്ലാ അപ്ഡേറ്റ്സും ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അവരെ എക്സ്പെക്ട് ചെയ്യുന്നൊരു മാർക്ക് എത്തട്ടെ, കോളേജിൽ എത്താൻ പറ്റട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ബൈ.